ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. പ്രിയരെ, വചനം നമ്മോട് പറയുകയാണ്, നാം നമ്മെ തന്നെ വിടുവിക്കണം. അതിന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ. കാട്ടിനകത്ത് മാനിൻ്റെ നേരെ വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ തനിക്ക് ആരുമില്ല. അതുപോലെ തന്നെ പക്ഷികളുടെ ജീവിതത്തിനകത്തേക്ക് വരുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് പക്ഷിയെ രക്ഷിപ്പാൻ ആരുമില്ല. മാനും പക്ഷിയും തന്നെത്താൻ സൂക്ഷിക്കുന്നത് പോലെ വചനം പറയുന്നു, നാം നമ്മെ തന്നെ സൂക്ഷിക്കുക, നാം നമ്മെ തന്നെ വിടുവിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു കുരുക്കിനകത്ത്, ഒരു കുടുക്കിനകത്ത് അകപ്പെട്ടു പോകാതെ നമ്മെ സൂക്ഷിക്കാൻ നമുക്ക് തന്നെ പറ്റും. നമുക്കറിയാം ഭക്തനായ യോസെഫിൻ്റെ ജീവിതം. യോസെഫ് പോത്തിഫറിൻ്റെ ഭവനത്തിനകത്തായിരിക്കുമ്പോൾ തൻ്റെ നേരെ വന്ന ആ പ്രതികൂലത്തെ പോത്തിഫറിൻ്റെ ഭാര്യ തൻ്റെ വിശുദ്ധ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ തനിക്ക് നേരെ വരുമ്പോൾ, ആ സാഹചര്യത്തിൽ പ്രിയരെ, യോസെഫിനെ രക്ഷിപ്പാൻ ദൂതൻ അവിടെ ഇറങ്ങിയെന്നൊന്നും വചനം പറയുന്നില്ല. ദൂതൻ അവിടെ ഇറങ്ങിയിട്ടുമില്ല. എന്നാൽ തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ നീതിയോടെ നിലനിർത്തണമെന്ന് തീരുമാനമെടുത്ത യോസെഫ് ആ പ്രതിസന്ധിയുടെ നടുവിൽ സഹായിപ്പാൻ ആരുമില്ല, ആശ്രയിപ്പാൻ ആരുമില്ല. തനിക്ക് തന്നെ തന്നെ സൂക്ഷിക്കണം എന്ന തീരുമാനം ദൈവസന്നിധിയിലെടുത്ത യോസെഫ് അവിടം വിട്ട് താൻ ഓടി മാറിയതുപോലെ, പ്രിയരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? തൻ്റെ വസ്ത്രത്തെ ഊരിയിട്ട് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. യോസെഫ് തന്നെ തന്നെ സൂക്ഷിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും യോസെഫിന് വന്നത് അതുപോലൊരു സാഹചര്യമാണെങ്കിൽ നമുക്കും പല പല സാഹചര്യങ്ങൾ വന്നേക്കാം. പല കള്ളക്കുഴികൾ അവിടെ ഒരുക്കിയിട്ടിരിക്കാം. ഇതൊക്കെ മനസ്സിലാക്കി സൂക്ഷിച്ച് സഞ്ചരിപ്പാൻ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ യൂദായ്ക്ക് നേരെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും വല വിരിച്ചിരിക്കുമ്പോൾ ആ വലയ്ക്കകത്ത് യൂദ പോയി കുടുങ്ങിയിട്ട്, സാത്താൻ അറിയാം യൂദയെ എവിടെ പിടിച്ചാൽ കിട്ടുമെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിനകത്തും നമ്മെക്കുറിച്ച് കർത്താവിനറിയാം, നമുക്കും അറിയാം. മറന്നു പോകരുത്, അതുപോലെ സാത്താനും അറിയാം നമ്മുടെ ജീവിതത്തിൽ എവിടെ അടിച്ചാൽ നമ്മെ കിട്ടുമെന്നുള്ളതറിയാം. യൂദായെ പണസഞ്ചി കാണിച്ച് കുരുക്കിനകത്ത് കുടുക്കിയപ്പോൾ യൂദ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് പകരം ആ വലയ്ക്കകത്ത് കുടുങ്ങി തൻ്റെ ജീവിതം ഒരു ഞാണിന്മേൽ തകർത്ത് കളഞ്ഞതുപോലെ, പ്രിയരെ, നമ്മുടെ അനുഭവത്തിനകത്തും നമ്മുടെ ജീവിതത്തിനകത്തും ശത്രുവായവൻ വിരിക്കുന്ന വലകൾക്കകത്ത് നിന്ന് കാട്ടിനകത്ത് മാൻ രക്ഷപ്പെട്ടതുപോലെ, പക്ഷി രക്ഷപ്പെട്ടതുപോലെ പല വലകളും മുന്നമേ കണ്ടിട്ട് അതിനകത്ത് തകർന്നു പോകാതെ, യൂദ പട്ടുപോയതുപോലെ പട്ടുപോകാതെ, യോസെഫ് പ്രാപിച്ചതുപോലെ, കൃപ പ്രാപിച്ച് മാനും പക്ഷിയും രക്ഷപ്പെട്ടതുപോലെ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.